പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വാത്സല്യമുള്ളവരെ, ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ തമ്പുരാൻ്റെ പാദപീഠത്തിൽ ചേർന്ന് വന്ന മാധുര്യമേറിയ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ നമുക്ക് സന്ദർഭമൊരുക്കി തന്ന ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ആനുകാലിക പ്രസക്തമായൊരു പ്രത്യേക ചിന്താവിഷയമാണ്. അത് കപടഭക്തന്മാരെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിലൂടെ ഭക്തരെ തിരിച്ചറിയുക എന്നൊരു പദ്ധതിയും ഉണ്ടല്ലോ. കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒട്ടും സുഖം തോന്നാത്ത കുറേ കാര്യങ്ങൾ സ്നേഹവാനായ ദൈവം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എന്നോടും നിങ്ങളോടും പറയുമ്പോൾ നമ്മെ തന്നെ സ്വയം വിലയിരുത്തുവാനാണ് ദൈവം അവിടെ ലക്ഷ്യമിടുന്നത്. ഒരു കപടഭക്തൻ്റെ ലക്ഷണം എന്താണ്, എങ്ങനെ തിരിച്ചറിയാം എന്ന് നമുക്ക് മൂന്നാം വട്ടവും ചിന്തിക്കാം. ഈ കപടഭക്തരായ ആളുകളെക്കുറിച്ച് പറയുന്നത് അവർ വലിയ കോലാഹലക്കാരായിരിക്കും. കോലാഹലമെന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി എന്നതിൻ്റെ ഒരു മലയാള തർജ്ജമയായി നമുക്ക് എടുക്കാം. കോലാഹലക്കാരായിരിക്കും, പബ്ലിസിറ്റിയുടെ ആൾക്കാരായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കപടഭക്തരായ ആളുകൾ അവർ എന്ത് ചെയ്യുന്നതിൻ്റെ പിന്നിലും അടിസ്ഥാനപരമായി അവരുടെ ലക്ഷ്യം അത് കോലാഹലങ്ങളുണ്ടാക്കി നാടറിയിക്കുക, നാലാളെ അറിയിക്കുക, അവരുടെ കയ്യടി വാങ്ങുക, അവരുടെ അപ്രിസിയേഷൻ നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ കർത്താവ് വിലയിരുത്തുന്നത് ഭക്തന്മാരെന്നല്ല, കപടഭക്തന്മാരെന്ന് തന്നെയാണ്. യഥാർത്ഥ ഭക്തന്മാർക്ക് അങ്ങനെ ചെയ്യാനാകില്ല. എന്നാൽ കപടഭക്തർ എപ്പോഴും തങ്ങൾ ചെയ്യുന്നതെല്ലാം കോലാഹലമുണ്ടാക്കി നാട് നീളെ അറിയിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ വിലയിരുത്തുമ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ പരാജയം ബോധ്യപ്പെടും. നമ്മളൊക്കെ ഭക്തരെന്ന് സ്വയം വിധിച്ചങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ കപടഭക്തരാണെന്ന് ദൈവവചനം പറഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ കുറേ കൂടെ ശുദ്ധി ചെയ്ത് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കി തിരുത്തേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ സംസാരിക്കുന്നത് കേൾക്കുക. ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിൻ്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. വളരെ വ്യക്തമായിട്ടാണ് ദൈവമായ കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. വളരെ വ്യക്തമായി. കപടഭക്തിക്കാരുടെ പ്രകട ലക്ഷണങ്ങളിൽ ഒന്നാണ് ഈ പബ്ലിസിറ്റി. അവിടെ പറയുന്നത് യെരുശലേം ദേവാലയത്തിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ധാരാളം യാചകന്മാർ വന്ന് തമ്പടിച്ചിരിക്കും. ചില ആളുകൾ ഭിക്ഷ കൊടുക്കുന്നതിന് മനഃപൂർവ്വം തീരുമാനിച്ചങ്ങിറങ്ങുകയാണ്. ചില്ലറത്തുട്ടുകളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഈ കൊടുക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി അവരുടെ മുമ്പിൽ നിന്ന് കാഹളമൂതിക്കും എന്ന് അതന്ന് സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാകണം. വലിയ കാഹളമൂതിക്കുമ്പോൾ ആളുകളെല്ലാം തിരിഞ്ഞു നോക്കുമല്ലോ, അപ്പോഴാണ് ഈ ഭിക്ഷ കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ദൈവാലയത്തിൽ വഴിപാടർപ്പിച്ചവരെക്കുറിച്ചും കർത്താവ് പറയുന്നുണ്ട്. ഒരിക്കൽ ശ്രീഭണ്ഡാരത്തിനരികിൽ കർത്താവ് ഇരുന്നപ്പോൾ വഴിപാടർപ്പിക്കുന്നവരെ കർത്താവ് നോക്കിക്കൊണ്ടിരുന്ന രംഗം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പൊൻനാണയങ്ങളും വെള്ളി നാണയങ്ങളും ഇട്ടവരുണ്ട്, മടിശീല അഴിച്ച് അങ്ങനെ കുടഞ്ഞിട്ടവരുണ്ട്. അതൊക്കെ വലിയ കോലാഹലത്തോടു കൂടിയാണ് അവർ ചെയ്തത്. കർത്താവ് അതൊന്നും കണ്ടതായി പോലും ഭാവിച്ചില്ല. എന്നാൽ ഒരു സാധുവായ വിധവ തൻ്റെ മടിശീല അഴിച്ച് ചിക്കി പരതി നോക്കിയിട്ട് ആകെ കിട്ടിയത് 2 ചില്ലിക്കാശാണ്. മൂല്യമൊന്നും കൽപ്പിക്കാനില്ലാത്ത 2 ചില്ലറത്തുട്ട്. അത് ഒതുക്കത്തിൽ ആരും കാണാതെ ഈ ശ്രീഭണ്ഡാരത്തിലേക്ക് അർപ്പിച്ചപ്പോൾ ഈ ശ്രീഭണ്ഡാരത്തിൻ്റെ ഉടമയായ തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഇന്നത്തെ ദിവസം
ഈ ആലയത്തിൽ വഴിപാടർപ്പിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം വഴിപാട് സമർപ്പിച്ചത് ഈ വിധവയാണ്. അതിൻ്റെ മൂല്യമാണ് കർത്താവ് പറഞ്ഞത്. ഏറ്റവും കൂടുതലെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഏറ്റവും അധികം കൊടുക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത് എന്നാണ്. പക്ഷേ കർത്താവ് അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അതിൻ്റെ കാരണം കൂടെ കർത്താവ് പറഞ്ഞു. എല്ലാവരും അവരുടെ സമൃദ്ധിയിൽ നിന്ന് മിച്ചം വന്നതിൽ ഒരു ചെറിയ പങ്ക്, അത് വലിയ എമൗണ്ടാണ് എന്ന് വെച്ചാൽ അവർ വലിയ സമ്പന്നരാണ്, അവർക്ക് മിച്ചം വന്നതിലൊരു ചെറിയ പങ്ക് വലിയ കാര്യം ചെയ്യുന്നു എന്ന ഭാവേന അവർ ആലയത്തിൽ അർപ്പിച്ചു. എന്നാൽ ഈ പാവപ്പെട്ട വിധവ അവളുടെ അത്താഴത്തിനുള്ള വക പോലും പിടിക്കാതെ അവളുടെ മടിശയിലുള്ളത് മുഴുവനും ഇട്ടു. എന്ന് വെച്ചാൽ അവളെ തന്നെ, അവളുടെ അത്താഴവും അവളുടെ ജീവിതവും അവളുടെ ജീവനും കൂടെ അർപ്പിച്ചു. അവിടെയാണ് കർത്താവ് മാർക്കിടുന്നത്. വാല്യൂ നിർണയിച്ചപ്പോൾ മറ്റുള്ളവർ കൊടുത്തത് വളരെ നിസ്സാരമായ ഒരു സംഗതിയാണ്. എന്നാൽ ഈ വിധവ കൊടുത്തത് വളരെ വിലപ്പെട്ട ഒരു സംഭാവനയാണ്. ഇത് നോക്കി നിന്നൊക്കെ കാണുവാനായിട്ട് എനിക്ക് അവസരവും ഭാഗ്യവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ദൈവമക്കളെ, 200-ഉം 300-ഉമൊക്കെ റബ്ബർ ഷീറ്റ് ഒരു ദിവസം സ്വന്തമായി കിട്ടുന്ന സമ്പന്നരായ ആളുകൾ ദൈവാലയത്തിലേക്ക് ഒരു ദിവസത്തെ ആദായം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ 10 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 20 ഷീറ്റൊക്കെ കൊടുത്തിട്ട് കണക്ക് പുസ്തകം തുറന്നു നോക്കും ഏറ്റവും കൂടുതൽ കൊടുത്തത് ആരാണ് എന്ന്. അപ്പോൾ അതിനകത്ത് 15, 18 കണക്കൊക്കെ കണ്ടു. 20, 25, 30 എന്ന് കണക്ക് കാണുന്നെങ്കിൽ അതിൽ ഒരെണ്ണം കൂടെ കൂടുതൽ കൊടുക്കും. ശരിക്കും അവർക്ക് മൊത്തം ഒരു ദിവസം കിട്ടിയതിൻ്റെ 10% പോലും അവർ കൊടുക്കുന്നില്ല. പക്ഷേ അവരുടെ അവകാശവാദം ഞാനാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത് എന്നാണ്. അതേസമയത്ത് 2 ഷീറ്റ് മാത്രം ഒരു ദിവസം ആദായം കിട്ടുന്ന ചില വളരെ സാധുക്കളായ പാവങ്ങളായ ചിലപ്പോൾ വിധവമാരായ ആളുകളെ ഈ കാര്യത്തിന് സമീപിക്കുമ്പോൾ ഈ 2 എണ്ണമേ ഒരു ദിവസം കിട്ടുന്നുള്ളൂ, ഈ 2 എണ്ണമേ എങ്ങനെയാണ് പള്ളിക്ക് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാനൊരു 3 ദിവസത്തെ ആദായം പള്ളിക്ക് കൊടുക്കാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അത് കൊടുക്കുന്നത് കാണുമ്പോൾ ഈ 2ൻ്റെയും കൂടെ വാല്യൂ ഒന്ന് കണക്ക് കൂട്ടുമ്പോൾ ഈ 2 ഉണ്ടായിട്ട് 6 കൊടുത്ത ആ പാവപ്പെട്ട കുടുംബത്തിൻ്റെ കണക്ക് കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിലെത്തുമ്പോൾ കോടികളുടെ കണക്കാണ്. 300-ഓ 400-ഓ ഉണ്ടായിട്ട് 30-ഓ 31-ഓ കൊടുത്ത ആളുകളുടെ കണക്ക് കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിലെത്തുമ്പോൾ വെറും ചില്ലറ തൂട്ടുകളാണ്. പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് കർത്താവ് എങ്ങനെയാണ് ഈ സംഗതിയെ വിലയിരുത്തുന്നത്, അതിന് വാല്യൂ കൽപ്പിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഭിക്ഷ കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ. കപടഭക്തന്മാർ എപ്പോഴും അവരെ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള പണിയാണ് ചെയ്യുക. ഒരിക്കലും അവരെ സംബന്ധിച്ച് അവർ ചെയ്യുന്നതൊന്നും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയല്ല, തലമുറകളുടെ അനുഗ്രഹത്തിന് വേണ്ടിയല്ല. ആണെങ്കിൽ ഒരു കാരണവശാലും അവരത് പബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഗുണഭോക്താക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭിക്ഷയെടുക്കുന്നവൻ ഭിക്ഷയെടുക്കുന്നത് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു സഹായം സ്വീകരിക്കുന്ന ഒരാൾ അത് സ്വീകരിക്കുന്നത് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ഒരു വിധവയുടെ മകളെ കെട്ടിച്ചയക്കാൻ ആ വിധവ ശ്രമിക്കുമ്പോൾ അവൾക്ക് നിവൃത്തിയില്ല, അപ്പോൾ മറ്റൊരാളുടെ സഹായം വേണ്ടി വരുന്നത് അവൾക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. കിടപ്പാടമില്ലാത്ത ഒരാൾക്ക് ഒരു കിടപ്പാടമുണ്ടാകാൻ മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരുന്നു, അത് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ശരിക്കും നിവൃത്തിയില്ലാത്ത ഈ മനുഷ്യരും മനുഷ്യരാണ്, അവർക്കും അഭിമാനമുണ്ട്. ഈ പാവപ്പെട്ടവരെ സത്യത്തിൽ സമൂഹമധ്യത്തിൽ വസ്ത്രമുരിഞ്ഞു നിർത്തി നാണം കെടുത്തിക്കൊണ്ടല്ലേ പബ്ലിക്കായി അവർക്ക് സഹായം കൊടുക്കുന്നതായി, അല്ലെങ്കിൽ അവരെ ഞങ്ങൾ പൊതുസമൂഹം പണിതു തന്ന വീട്ടിലാണ് നിങ്ങൾ കിടക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരു വ്യക്തി പണിതു തന്ന വീട്ടിലാണ് നിങ്ങൾ കിടക്കുന്നത്, നിങ്ങൾ ഔദാര്യം സ്വീകരിച്ചവരാണ്, ഒരു വ്യക്തി ഇന്നയാൾ ആണ് നിൻ്റെ വിവാഹം നടത്താനുള്ള സഹായം തന്നിട്ടുള്ളത്, ഇന്നയാളാണ് നിൻ്റെ വിദ്യാഭ്യാസത്തിന് പണം മുടക്കിയിട്ടുള്ളത്. അപ്പോൾ ആ വ്യക്തി ഈ വ്യക്തിയെ എപ്പോഴും കീഴെ നിർത്താൻ ശ്രമിക്കുകയാണ്. എൻ്റെ ഔദാര്യത്തിലാണ് നിൻ്റെ വാസം എന്ന ചിന്ത.
സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ, നിവൃത്തികേടുകൊണ്ട് കൈനീട്ടി ഈ സഹായം സ്വീകരിക്കുന്ന ആളുകൾ അപമാനിതരാകുന്നുണ്ട്. അവിടെ അപമാനിതനാകുന്നത് ദൈവമാണ് എന്നുകൂടെ തിരിച്ചറിയും. ഇത് ഒരുപാട് വട്ടം പറഞ്ഞു കഴിഞ്ഞ ഒരു ചിന്തയാണ്. എന്നാൽ വീണ്ടും വീണ്ടും അത് പറയേണ്ടി വരുന്നു. ഈ പബ്ലിസിറ്റി, ഇന്ന് ദൈവാലയങ്ങൾ പലതും ദൈവാലയങ്ങളല്ല. ദൈവാലയം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതിലുള്ളതെല്ലാം ദൈവത്തിൻ്റേതാണ്. അതിന് വേറെ ഉടമസ്ഥരോ അവകാശികളോ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് പല ദൈവാലയങ്ങളിലും ചെല്ലുമ്പോൾ ആ ദൈവാലയങ്ങളുടെ ഉടമസ്ഥർ മറ്റു പലരൊക്കെയോ ആണ്. ഇതിൻ്റെ ഒരു ഭാഗം ഒരാൾ സ്പോൺസർ ചെയ്തിരിക്കുന്നു. അവിടെ വലിയൊരു ശിലാഫലകം അയാളുടെ പേരിൽ, കുടുംബ പേരിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് അയാളുടെ വകയാണ്, ദൈവത്തിൻ്റെ വകയല്ല. അവിടെ കുറേയധികം സംഗതികൾ ഇതുപോലെ കറങ്ങുന്ന ഫാൻ മുതൽ തെളിയുന്ന ലൈറ്റ് മുതൽ വച്ചിരിക്കുന്ന ഫോട്ടോ മുതൽ എല്ലാറ്റിനും അവകാശികളുണ്ട്. സത്യത്തിൽ ആ ആലയം ദൈവത്തിൻ്റേതാണോ? ദൈവത്തിൻ്റെ ആലയത്തിൽ ഇങ്ങനെ പ്രിയപ്പെട്ടവരെ എൻ്റേതാണ് ഇത് എന്ന് അവകാശപ്പെടാൻ എന്തെങ്കിലും ഒരു അടയാളം ആരെങ്കിലും എഴുതി വയ്ക്കുമോ? ദൈവത്തിന് കൊടുത്തപ്പോൾ പോലും അത് നാലാൾ അറിയണം എന്ന് ചിന്തിച്ച് പേരെഴുതി വയ്ക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകൾ സ്വാഭാവികമായും ഭക്തരാണെന്ന് എങ്ങനെയാണ് വിലയിരുത്താനാവുക? ക്ഷമിക്കണം കേട്ടോ. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ ഒരുപാട് അച്ഛന്മാരെന്നോട് പിണങ്ങാൻ സാധ്യത. ഞങ്ങളുടെ അച്ഛന്മാരെപ്പോഴും ആളുകളുടെ കയ്യിൽ നിന്ന് തരാൻ ഉണ്ടായിട്ടും തരാൻ മനസ്സില്ലാത്തവരോട് വാങ്ങാൻ വേണ്ടി എടുക്കുന്ന ഒരു തന്ത്രമാണത്, പേരെഴുതി വയ്ക്കാം. എങ്കിൽ തരാം എന്നൊരു ചിന്ത എന്ന് വെച്ചാൽ അവർക്ക് അത് ലോകരറിയണം എന്നൊരാഗ്രഹമാണ്. അത് ദൈവം അറിയാൻ വേണ്ടി തരുന്നതല്ല, ലോകമറിയാൻ വേണ്ടി തരുന്നതാണ്. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. ഭക്തരെന്തെങ്കിലും ചെയ്യുന്നത് ദൈവം അറിയാൻ വേണ്ടിയാണ്. കപടഭക്തർ അത് ചെയ്യുന്നത് ലോകമറിയാൻ വേണ്ടിയാണ്. ഭക്തർ ദാനം ചെയ്യുന്നത് ദൈവം കണ്ട് കണക്കെഴുതാൻ വേണ്ടിയാണ്. കപടഭക്തർ ദാനം ചെയ്യുന്നത് ലോകം കണ്ട് കണക്കെഴുതാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയ മേഖലയിൽ ഇന്ന് വളരെയധികം ചിന്തിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട, തിരുത്തേണ്ട ഒരു മേഖലയാണത്. ഈ ആളുകളെ സഹായിക്കുമ്പോഴുള്ളതായ മനോഭാവം അത് ഭക്തിയാണോ കപടഭക്തിയാണോ എന്നുള്ളത് വിലയിരുത്തേണ്ടതാണ്. ഒരുപാടിടങ്ങളിൽ ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്തു വയ്ക്കുന്നുണ്ട്. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ സ്പോൺസേഡ് ബൈ എന്നെഴുതി വെച്ചിട്ടുണ്ട്. അവർ കാലാകാലങ്ങൾ കിടക്കുന്ന വീടിൻ്റെ മുകളിൽ അത് മറ്റാരോ കൊടുത്തതാണെന്ന് ഇങ്ങനെ എഴുതി പ്രദർശിപ്പിക്കും. അതിനകത്ത് കിടക്കുന്നവരുടെ മനോനില എന്താണ്? അവർ മനുഷ്യരല്ലേ, അവരൊക്കെ തളർന്നു പോകില്ല. ഇത് നിങ്ങൾക്ക് ദാനം കിട്ടിയ വീടാണല്ലേ എന്ന് തെല്ല് പരിഹാസരൂപേണ വരുന്ന അതിഥി അവരോട് പറഞ്ഞാൽ അവർ ആകെ തളർന്നു പോകില്ലേ പ്രിയപ്പെട്ടവരെ? ഇനിയൊരു സാധു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ട് അതിന് സപ്പോർട്ട് കൊടുത്തയാൾ പബ്ലിക്കായി ഒരു മീറ്റിംഗ് വിളിച്ച് ഞാൻ വിവാഹ സഹായം കൊടുക്കുകയാണെന്ന് പറഞ്ഞത് സ്വീകരിച്ചു പോകുന്ന ഒരാൾ, ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഒരാളോ, ഇപ്പോൾ എല്ലാ മീറ്റിങ്ങും ഓൺലൈനിലാണല്ലോ, അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണല്ലോ, ആ യൂട്യൂബ് ഇത് കാണാനിടയായ ഒരാൾ പിന്നെ ആ പെൺകുട്ടിയെ നിൻ്റെ വിവാഹം ഇന്നയാളല്ലേ സ്പോൺസർ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, എത്ര പവൻ തന്നായിരുന്നു, എന്തൊക്കെ കിട്ടിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിക്കുണ്ടാകാവുന്ന അപമാനം, അല്ലെങ്കിൽ അവളെ വിവാഹം കഴിച്ച പുരുഷനോട് നിൻ്റെ ഭാര്യയുടെ വീട്ടിലൊന്നുമില്ലല്ലേ, ഇന്നയാളല്ലേ നിൻ്റെ ഭാര്യയ്ക്ക് കല്യാണ സഹായം കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അപമാനം. ഇനി അവരുടെ മക്കൾ വളർന്ന് വലുതാകുമ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ഒരു സംഭവം കാണാനിടയായിട്ട്, തൻ്റെ അമ്മ ഒരു നിർഭാഗ്യവതിയായിരുന്നു, തൻ്റെ അമ്മയുടെ വിവാഹത്തിന് മറ്റൊരാൾ സഹായിച്ചതുകൊണ്ടാണ് നടന്നത്, അതിങ്ങനെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് മക്കൾ കാണാനിടയാകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനോനില എന്തായിരിക്കും? എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പാവപ്പെട്ടവൻ്റെ മനസ്സ് വായിക്കാൻ നമുക്ക് കഴിയാത്തത്? യഥാർത്ഥ ഭക്തന്മാർക്ക് മറ്റുള്ളവരെ അങ്ങനെ അപമാനിക്കാനാകുമോ? നമ്മൾ വളരെയധികം വിലയിരുത്തേണ്ട ഒരു വിഷയമാണത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഒരു ചിന്ത തരണം. ഇന്ന് പല ആത്മീയ സംഘടനകളും പല പ്രസ്ഥാനങ്ങളും പല പള്ളികളും പല സഭകളും ഇങ്ങനെ വലിയ പബ്ലിസിറ്റി നടത്തിക്കൊണ്ട് ചാരിറ്റി ചെയ്യുന്നത് കാണാനിടയാകുന്നു. ഈ പബ്ലിസിറ്റി നടത്തി ചെയ്യുന്ന ചാരിറ്റി എല്ലാം
കപടഭക്തിയുടെ ലക്ഷണമാണ് എന്ന് തന്നെ തിരുവചനം പറയുമ്പോൾ ദൈവമക്കളെ, അത് നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ടതാണ്, വളരെ ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ടതാണ്. ഇന്ന് പല ആളുകളും പ്രസംഗിക്കുന്നത് മുഴുവനും ഈ ചാരിറ്റി സംബന്ധിച്ചാണ്. എന്നിട്ട് അവർ വലിയ മീറ്റിങ്ങൊക്കെ സംഘടിപ്പിച്ച് അവിടെ പലർക്കും പലതും കൊടുക്കുന്നതിൻ്റെ പരസ്യങ്ങൾ അതവരുടെ മാസിക വഴിയായോ അല്ലെങ്കിൽ ഇപ്പോൾ മീഡിയ വഴിയായോ തത്സമയം സംപ്രേഷണം ചെയ്യുമ്പോൾ അവരുടെ ലാക്ക് എന്താണ്? അവരുടെ കയ്യിലെ പണമല്ല അവർ കൊടുക്കുന്നത്, മറ്റാരുടെയൊക്കെയോ കയ്യിലിരുന്ന പണം അവർ സ്വരൂപിച്ച് കൊടുക്കുകയാണ്. പണം കൊടുത്തവർക്ക് ഇവിടെ ക്രെഡിറ്റ് ഒന്നും കിട്ടുന്നില്ല. അത് സ്വരൂപിച്ച് കൊടുത്ത വ്യക്തിയോ അല്ലെങ്കിൽ സംഘടനയോ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എടുക്കുകയാണ്. ഇന്ന സംഘടന ഇത്ര പേരെ സഹായിച്ചു, ഇന്ന സഭ ഇത്ര പേരെ സഹായിച്ചു, അല്ലെങ്കിൽ ഇത്ര ശുശ്രൂഷകളൊക്കെ ചെയ്തു. സത്യത്തിൽ അവരുടെ പണമല്ലല്ലോ അത്. അവരുടെ കയ്യിൽ പണം കായ്ക്കുന്ന മരവുമില്ല, ഭൂമിയിൽ നിന്ന് പണം കുഴിച്ചെടുക്കാനും പറ്റില്ല. അല്ലെങ്കിൽ ചെയ്യേണ്ടത് അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രം അവരുടെ ദശാംശമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒക്കെ ഷെയർ ചെയ്തിട്ട് ആ സംഘടനയുടെ പേരിൽ ഇങ്ങനെ ഒരു പബ്ലിസിറ്റി കൊടുത്താൽ അത് അവരുടേതാണ്. ആദ്യം പറഞ്ഞതുപോലെ ഇതിൽ പ്രവർത്തിക്കുന്ന, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഒരു ചില്ലിക്കാശ് പോലും ഈ ചാരിറ്റി പ്രവർത്തനത്തിന് പങ്കിടപ്പെട്ടിട്ടുണ്ടാകില്ല. ആരോടൊക്കെയോ വാങ്ങിയ പണമാണ്, സംഘടനയുടെ പേരിലാണ് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മഹത്വം മുഴുവൻ ഈ പ്രസ്ഥാനത്തിന്, ആ പ്രസ്ഥാനം ഇത്രയും ചെയ്തിരിക്കുന്നു എന്ന് വരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇത് കൊടുത്ത ആളുകളും ചൂഷണം ചെയ്യപ്പെടുകയാണ്. നമ്മളിതൊക്കെ വളരെയധികം വിലയിരുത്തേണ്ട ഒരു സംഗതിയാണ്. ഇത് രാഷ്ട്രീയത്തിലും ആത്മീയതയിലും ഒക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ തെറ്റായ, നമ്മളൊരുപാട് തിരുത്തേണ്ട ഒരു മേഖലയാണ്. ഇവിടെയാണ് ഭക്തനും കപടഭക്തനും തമ്മിൽ വിലയിരുത്തുമ്പോൾ ശരിക്കും പരിശോധിക്കപ്പെടുന്നത്. ഇവിടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നിൻ്റെ വലങ്കൈ എന്താണ് ചെയ്യുന്നത് എന്ന് ഇടങ്കൈ അറിയരുത് എന്ന്. നിൻ്റെ വലങ്കൈ എന്താണ് ചെയ്യുന്നത് എന്ന് ഇടങ്കൈ അറിയരുത്, അങ്ങനെ വേണം ഭിക്ഷ കൊടുക്കാനെന്ന് പറയുമ്പോൾ അതിനകത്ത് 1% പോലും പബ്ലിസിറ്റി പാടില്ല എന്ന് തന്നെയല്ലേ കർത്താവ് പറഞ്ഞു വെച്ചത്. നമ്മുടെ ഭക്തി ഇനിയും പരിശോധിക്കപ്പെടേണ്ടതല്ലേ പ്രിയപ്പെട്ടവരെ? ഏത് സമ്മേളനത്തിൽ ചെന്നാലും ഏത് മീറ്റിങ്ങിന് ചെന്നാലും വിധവമാർക്ക് വസ്ത്രം കൊടുക്കുന്നു, അതുമല്ലെങ്കിൽ പാവങ്ങൾക്ക് അരി കൊടുക്കുന്നു, അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ വിവാഹ സഹായം കൊടുക്കുന്നു, ഇനി ചിലർക്ക് ഭവന നിർമ്മാണം നടത്തി കൊടുക്കുന്നു. പരസ്യമായി പബ്ലിക്കായി ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഭക്തിക്ക് എത്രത്തോളം സ്ഥാനമുണ്ട് എന്ന് നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആധുനിക കാലത്ത് ക്രിസ്ത്യാനിറ്റിക്ക് സംഭവിക്കുന്ന അപജയങ്ങളുടെ കൂട്ടത്തിലാണ് ഇതൊക്കെ വിലയിരുത്തപ്പെടേണ്ടത് എന്ന് വരുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കണം, നമ്മൾ ഒരുപാട് ആലോചിക്കണം. നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിൽ ഇത് ചെയ്യരുത് എന്ന് അല്ല പറഞ്ഞു വരുന്നത്. ഇത് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് പ്രിയപ്പെട്ടവരെ. പാവങ്ങൾക്ക് സഹായം കൊടുക്കണം, പാവങ്ങളെ ഹെൽപ്പ് ചെയ്യണം, ചെയ്യുക തന്നെ വേണം. അതിന് യാതൊരു തർക്കവുമില്ല. അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പിന്നിലെ വികാരമെന്ത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പബ്ലിസിറ്റിയാണ് അതിൻ്റെ പിന്നിലെ വികാരമെങ്കിൽ ആ ഉപകാരം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചെയ്തതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു മാർക്കും കിട്ടില്ല. മറിച്ച് ആ ആൾ സഹായിക്കപ്പെടണം, ദൈവനാമത്തിൽ ആ ആൾ സഹായിക്കപ്പെടണം എന്ന ചിന്തയാണ് ഇത് ചെയ്യുന്ന ആളെ ഭരിക്കുന്നതെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല, ദൈവസന്നിധിയിൽ വലിയ മാർക്ക് കിട്ടും. മറിച്ച് സ്വന്തം പബ്ലിസിറ്റിയാണ് അതിൻ്റെ പിന്നിലുള്ള ഏക വികാരമെങ്കിൽ ആ ദാനമല്ല, അതൊരു കച്ചവടമാണ്, അതൊരു തന്ത്രമാണ്, അതൊരു മുതലെടുപ്പാണ്, അതൊരു സ്വയം പ്രദർശനത്തിൻ്റെ കപടഭക്തിയുടെ പ്രകട ലക്ഷണമാണ്. ഇങ്ങനെ ദൈവാത്മാവ് നമ്മളെ ഹേമിക്കുമ്പോൾ നമുക്കൊരു തിരുത്തപ്പെടൽ ആവശ്യമുണ്ട്. ചിലരെങ്കിലും ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, എടാ ഈ സംഘടനകളെല്ലാം ഇങ്ങനെ നമ്മുടെ കയ്യിലെ പണം വാങ്ങി അവരുടെ പേരിൽ ഇങ്ങനെ പലതും ചെയ്തു വയ്ക്കുമ്പോൾ എന്തിനാണ് നമ്മളിത് കൊടുക്കുന്നത്? നമുക്ക് ഈ കൊടുക്കലങ്ങ് നിർത്തരുത്. ഒരിക്കലും നിങ്ങൾ കൊടുക്കുന്നത് നിർത്തരുത്. എന്നാൽ നിങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെയെന്നും എവിടെയെന്നും നിങ്ങൾ വ്യക്തമായി എഡിറ്റ് ചെയ്യണം. പബ്ലിസിറ്റിയിലൂടെ മുതലെടുപ്പ് നടത്തുന്നവർക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് പറയില്ല.
ഏത് സന്ദേശവും അതിൻ്റെ നെഗറ്റീവ് സൈഡിൽ ചികഞ്ഞെടുത്ത് അത് കാണാൻ ആളുകൾ ശ്രമിച്ചേക്കുമെന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ സന്ദേശത്തിലും അപ്രകാരം ഒരു തിരുത്തൽ തന്നിരുന്നു. അഭക്തന്മാരിത് മുതലെടുക്കാൻ സാധ്യതയുണ്ട്. ഇവിടെയും അത് സ്വാഭാവികമാണ്. അഭക്തന്മാർ ഈ സന്ദേശത്തെ ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ എന്തിനാണ് ചാരിറ്റിയുടെ പേരിൽ ഈ ഫണ്ടെല്ലാം കൊടുക്കുന്നത്? അതൊക്കെ എവിടെയൊക്കെയോ ആളുകൾ സ്വന്തം പബ്ലിസിറ്റിക്ക് ഉപയോഗിക്കുകയാണ് എന്ന് വ്യാഖ്യാനിച്ച് കൊടുക്കുന്നവരെ തടുക്കാൻ അഭക്തന്മാർ ശ്രമിച്ചേക്കാം. കൊടുക്കുന്നത് നിർത്തരുത്, കൂടുതൽ കൊടുക്കണം. പക്ഷേ എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഇനിയും നന്നായി ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ദൈവമക്കൾ വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ കരുതൽ ഈ കാര്യത്തിൽ നമുക്കുണ്ടാകണം. നമ്മൾ ആർക്കാണ് ഈ സഹായം ചെയ്തതെന്ന് അറിയാനുള്ള അവകാശവും കൂടെ നമുക്കുണ്ട്. അതുകൂടെ നിങ്ങൾ ഉള്ളിൽ പിടിച്ചു കൊള്ളണം. ഒരു വ്യക്തി മുഖാന്തിരമോ ഒരു സംഘടന മുഖാന്തിരമോ നിങ്ങൾ ഒരു സപ്പോർട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താവ് ആരാണ് എന്നറിയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതവർ നിങ്ങളോട് പറയാൻ ബാധ്യസ്ഥരാണ്. അതുകൂടെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് പലപ്പോഴും കൊടുത്താൽ പിന്നെ കണക്ക് ചോദിക്കാനൊക്കില്ല. പിന്നെ അത് സംഘടനയുടേതാണ്, സംഘടന തീരുമാനിക്കുന്നവർക്ക് കൊടുക്കും, നിങ്ങൾക്കതിൽ അവകാശമില്ല എന്നൊക്കെ നിലപാടെടുക്കുന്നവർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് പലവട്ടം ആലോചിച്ചിട്ട് മതി. ഇത് എവിടെ ചിലവഴിച്ചുവെന്നും എങ്ങനെ ചിലവഴിച്ചുവെന്നും അറിയാനുള്ള അവകാശം കൊടുത്തവർക്കുണ്ട്. ഇന്ന് പല സംഘടനകളും ചാരിറ്റിയുടെ പേരിൽ പിരിച്ച പണത്തെക്കുറിച്ച് കണക്ക് ചോദിക്കാൻ അവർക്ക് യാതൊരു അവകാശവുമില്ല. കൊടുത്തവർ കൊടുത്തപ്പോൾ തീർന്നു. പിന്നെ കണക്ക് ചോദിച്ചാൽ അവരെ കൂട്ടിപ്പിടിച്ചങ്ങ് പ്രാവുകയാണ്, ശപിക്കുകയാണ്. നീ ദൈവവേലയ്ക്ക് കൊടുത്തിട്ട്, നീ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് തന്നെ കണക്ക് ചോദിച്ചെങ്കിൽ നീ അതിൻ്റെ ശിക്ഷ പ്രാപിക്കുമെന്നൊക്കെ അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ ചുരുണ്ടുകൂടി മടങ്ങിപ്പോകുന്ന ആളുകൾ ഒന്ന് തിരിച്ചറിയുക, ഇത് നമ്മുടെ റൈറ്റാണ്. നമ്മൾ കൊടുത്തത് എന്ത് ചെയ്തു, അത് എവിടെ ചിലവഴിച്ചു, ഇതറിയാനും കൂടെ നമുക്ക് അവകാശമുണ്ട് പ്രിയപ്പെട്ടവരെ. അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ നമുക്ക് സ്വയം സംതൃപ്തി കിട്ടാൻ വേണ്ടിയല്ല. അത് ചിലവഴിക്കപ്പെട്ടു എന്നറിയാൻ, വഞ്ചിക്കപ്പെടുന്നില്ല എന്നറിയാൻ. ആത്മീയതയിലെ കാപഢ്യങ്ങൾ കുറേ കൂടെ നാം നന്നായി വിലയിരുത്തണം. ഇത് ആത്മീയതയിൽ മാത്രമൊന്നുമല്ല, ഇന്ന് രാഷ്ട്രീയ മേഖലയിലും മറ്റ് സംഘടനാ മേഖലകളിലും ഒക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചാരിറ്റിയുടെ പേരിൽ കോടികൾ പിരിച്ചെടുത്തിട്ട് അത് എവിടെ ചിലവഴിച്ചു എന്നറിയാൻ കൊടുത്തവർക്ക് അവകാശമുണ്ട്. കൊടുത്തവർക്കത് ചോദിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞാൽ ആ സംഘടന വിട്ടുപോയി വേറെ വഴി തേടിക്കൊള്ളണം. പ്രിയപ്പെട്ടവരെ, അതിനുള്ള ആർജവത്വമൊക്കെ നമ്മൾ കാണിക്കണം. ഇന്ന് പല പദ്ധതിയുടെയും പേരിൽ കോടികൾ പിരിച്ചിട്ട് അത് പല വഴിക്ക് പല കീശയിലായിപ്പോയി ഗുണഭോക്താക്കൾക്ക് കിട്ടാതെ വന്ന എത്രയോ സംഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത് അത്ര സുഖകരമല്ലെന്ന് സന്ദേശത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. പക്ഷേ ഇത് ചർച്ച ചെയ്യേണ്ടത് ആനുകാലികമായൊരാവശ്യമാണ്, ആത്മീകമായൊരാവശ്യമാണ്. നമ്മൾ വളരെ കരുതലുള്ളവരായിരിക്കുക. അതെ, കോലാഹലക്കാർ എന്ന് വിളിക്കാവുന്ന പബ്ലിസിറ്റിക്കാർ സ്വാഭാവികമായും കപടഭക്തരാണ്. പബ്ലിസിറ്റി ഭക്തിയുടെ ഭാഗമല്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി, അത് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, കർത്താവ് കാണാൻ വേണ്ടി, സാധുക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി അത് ചെയ്യുന്നുവെന്ന് ഉറപ്പ് വരുത്തി നാം വളരെ കരുതലോടെ വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി ഭക്തരെന്ന് ദൈവമുമ്പിൽ യോഗ്യത കണ്ടെത്തുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. തൃപ്പാദപീഠത്തിൽ ഞങ്ങളെ ചേർത്ത് ഇരുത്തിക്കൊണ്ട് ഇന്ന് ഞങ്ങളെ ഒരളവ് വരെ കർത്താവ് നന്നായി ശാസിക്കുകയായിരുന്നല്ലോ. എന്തിനാണ് ഞങ്ങളോടിങ്ങനെ ശാസന പറഞ്ഞത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നീ ഭക്തരെ തിരഞ്ഞ് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷവും കപടഭക്തരെന്ന് കണ്ടിട്ട്, കർത്താവെ, ഞാനൊരു കപടഭക്തനെന്ന് കണ്ടിട്ടല്ലോ നീ ഇന്ന് എന്നോട് സംസാരിച്ചിരിക്കുന്നത്. യഥാർത്ഥ ഭക്തി എന്നിൽ കാണാതെ വന്നതുകൊണ്ടല്ലോ നീ എന്നെ ശാസിച്ചിട്ടുള്ളത്. കർത്താവായ ദൈവമേ, ഈ കേട്ട സന്ദേശം, നീ കേൾപ്പിച്ച സന്ദേശം ഞങ്ങളുടെ വലിയ ചിന്തയ്ക്കും ധ്യാനത്തിനും മുഖാന്തരമായി തീർന്നിട്ട് ഞങ്ങൾ തിരുമുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്ന തികഞ്ഞ ബോധത്തോടെ ഞങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്തുവാൻ, ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളെപ്പോഴും സാധുക്കളോട് അലിവുള്ളവരും
സാധുക്കളെ സഹായിക്കുന്നവരും അതിനുവേണ്ടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹത്തിൽ നിന്ന് നല്ലൊരു പങ്കിടുന്നവരുമായി ഞങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തണം. അപ്പോൾ തന്നെ ദൈവമേ, അത് ഞങ്ങളുടെ പേരെടുക്കുന്നതിന് വേണ്ടിയോ പേരെഴുതി വയ്ക്കുന്നതിന് വേണ്ടിയോ ലോകമറിയുന്നതിന് വേണ്ടിയോ കോലാഹലത്തിലൂടെ പബ്ലിസിറ്റിയിലൂടെ ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയോ ആകരുതേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയൊരു നിലപാടിൽ ഞങ്ങളെ രൂപപ്പെടുത്തിയെടുപ്പാൻ ഇന്നത്തെ സന്ദേശം ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. നല്ല ദൈവമേ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.